പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുവചനമാണ് ഇന്ന് നാം വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. യേശു പറഞ്ഞു, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ യേശുവിൻ്റെ പ്രഘോഷണ വിഷയമായിരുന്നത് സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്നതായിരുന്നു. എന്താണ് ദൈവരാജ്യമെന്നും എന്താണ് സുവിശേഷമെന്നും അനുതപിക്കേണ്ട ആവശ്യം എന്താണെന്നും നാം അറിഞ്ഞിരിക്കണം. എന്താണ് ദൈവരാജ്യം? റോമ 14:17 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നന്മയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33 യേശു പറയുന്നുണ്ട്, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്ത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്നാണല്ലോ യേശു പഠിപ്പിച്ചത്. അപ്പോൾ യേശുവിൻ്റെ രാജ്യം ഈ ഭൂമിയിലാകാനുള്ള പരിശ്രമമാണ് യേശുവിൻ്റെ പ്രഘോഷണത്തിലൂടെ നടത്തിയത്. സുവിശേഷം എന്നത് നല്ല വിശേഷമാണ്, നന്മയുടെ വിശേഷമാണ്. സ്വർഗരാജ്യത്തിൽ, നന്മയുടെ ലോകത്തിൽ ദൈവം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് സ്വർഗത്തെക്കുറിച്ച് പഠിപ്പിച്ച വിശേഷങ്ങളാണ് സുവിശേഷത്തിൽ ഉള്ളത്. ദൈവത്തിൻ്റെ രാജ്യം സമാഗതമായി എന്നതാണ് സുവിശേഷം. നന്മ നിറഞ്ഞ ദൈവത്തിൻ്റെ രാജ്യം, അതാണ് സ്വർഗരാജ്യം. ദൈവത്തിൻ്റെ ഭരണം പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന യഹൂദരുടെ ശ്രദ്ധ പെട്ടെന്ന് പിടിച്ചു പറ്റാനാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞത്. യേശു പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും ദൈവരാജ്യം ഈശോയിൽ സന്നിഹിതമാണെന്നും വാഗ്ദാനം ചെയ്യപ്പെട്ട മെശിഹ യേശുവാണ് എന്നും വ്യക്തമാക്കുന്നുണ്ട്. വിശുദ്ധ മത്തായി 11:4 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളിൽ അന്ധന്മാർ കാഴ്ച പ്രാപിക്കുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധമാക്കപ്പെടുന്നു, ബധിരർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. യേശു പറഞ്ഞു, എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ എന്ന്. അപ്പോൾ ദൈവരാജ്യം നന്മയുടെ രാജ്യമാണ്. ദൈവരാജ്യം യേശുവിൽ തന്നെ ആയതുകൊണ്ട് തിന്മയിൽ നിന്ന് നമുക്ക് വിടുതൽ നേടേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അനുതപിക്കണമെന്ന് യേശു ആവശ്യപ്പെടുന്നത്. നമുക്ക് അനുതാപവും പാപബോധവും പശ്ചാത്താപവും നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിച്ച് തരുന്നതും പരിശുദ്ധാത്മാവാണ്. നമ്മെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 8 തിരുവചനം പറയുന്നു, പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. റോമ 5:5 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹമാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുമ്പോഴാണ് പാപത്തെയും പാപ സാഹചര്യങ്ങളെയും ഉപേക്ഷിക്കാനുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കുന്നത്. നന്മയിൽ വളരുവാനും ദൈവഹിതപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നമുക്ക് കഴിയുന്നത് അപ്പോൾ മാത്രമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം നമ്മുടെ ഇടയിൽ വരും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.